This is Sujit. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഓപ്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത് വരുന്ന എക്സാംസിൽ നിന്ന് കിട്ടും. രണ്ടാമത്തേത് എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഓവർസിയർ, ഡ്രാഫ്റ്റ്മാൻ, ട്രേസർ എന്നീ പോസ്റ്റുകളിലേക്ക് സെപ്റ്റംബർ 24 എക്സാം നടക്കുന്നുണ്ട്. അതിൽ കേരള അഗ്രോ മിഷനറിയുടെ ഓവർസിയർ ഉണ്ട്, KSIDCയുടെ ഡ്രാഫ്റ്റ്മാൻ ഉണ്ട്, ടൗൺ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഡ്രാഫ്റ്റ്മാൻസ് ഉണ്ട്. അങ്ങനെ കുറച്ച് പോസ്റ്റുകളാണ് ഉള്ളത്. ഇന്ന് കേരള അഗ്രോ മിഷനറി ഓവർസിയർ എന്ന പോസ്റ്റിലേക്ക് 2013 മെയ് മാസം നടത്തിയ എക്സാമിൽ നിന്നുള്ള 25 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഡയമണ്ട് കോൺ ഇൻഡൻറ്റർ ഈസ് യൂസ്ഡ് ഇൻ. ഓപ്ഷൻസ്: എ Brinell hardness test, option B Vickers hardness test, option C Rockwell hardness test, option D direct shear test. ഇപ്പോൾ 3 ഹാർഡ്നെസ് ടെസ്റ്റും ഒരു ഷിയർ ടെസ്റ്റുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റാണ്. റോക്ക്വെൽ ഹാർഡ്നെസ് ടെസ്റ്റിലും വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റിലും ഡയമണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഹാർഡ്നെസ് എന്താണെന്ന് ചോദിച്ചാൽ ഹാർഡ്നെസ് എന്താണെന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ്. ദ മെറ്റീരിയൽ എബിലിറ്റി ടു റെസിസ്റ്റ് ഡീഫോർമേഷൻ അല്ലെങ്കിൽ അബ്രേഷനാണ് ഹാർഡ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റിയാണ് ടു റെസിസ്റ്റ് ഡീഫോർമേഷൻ അല്ലെങ്കിൽ അബ്രേഷൻ. അപ്പോൾ അതിന് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ സംഭവിക്കാം കൂടുതൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അതിനെതിരെയുള്ള അതിൻ്റെ കഴിവാണ്, റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഷിയർ മെയിനായിട്ടും ഉള്ളത് ബീംസിലാണ്. ബീമിൻ്റെ കാര്യത്തിൽ ആണ് ഷിയർ കൂടുതൽ വരുന്നത്. 2 ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരികയും ബീം ഒരു ഫിക്സഡ് എലമെൻ്റ് ആണല്ലോ, അപ്പോൾ അതിന് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ ഷിയർ ഫോഴ്സ് അതിൻ്റെ പാരലൽ പ്ലെയിനിലായിട്ട് ആക്ട് ചെയ്യുകയും ഒരു പക്ഷേ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബീംസ് ബ്രേക്ക് ചെയ്യാം അല്ലെങ്കിൽ ഫ്രാക്ചർ സംഭവിക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് ഫിക്സ്ഡ് ആണ്, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ആക്ട് ചെയ്യുന്നു പാരലൽ ടു ക്രോസ് സെക്ഷൻ. അപ്പോൾ ബീംസിന് ബ്രേക്ക് സംഭവിക്കാം. അതാണ് ഷിയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊന്നുണ്ട്, ബ്രിനെൽസ് ഹാർഡ്നെസ് ടെസ്റ്റ്. അപ്പോൾ ഈ ഹാർഡ്നെസ് ടെസ്റ്റുകൾ വ്യത്യാസം വരുന്നത് അതിലുപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇൻഡൻറ്റേഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ, ഡയമണ്ട് ആണോ സ്റ്റീൽ ബോളാണോ, അതിനനുസരിച്ചിട്ടാണ് മാറ്റം വരുന്നത്. ബ്രിനെൽസ് ഹാർഡ്നെസ് ടെസ്റ്റിൽ സ്റ്റീൽ ബോളാണ് ഉപയോഗിക്കുന്നത്, 10 mm സ്റ്റീൽ ബോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിക്കേഴ്സ് ഹാർഡ്നെസ് ടെസ്റ്റ് എങ്ങനെ നടക്കുന്നതെന്ന് നോക്കാം. അതായത് ഒരു ഇനൻഡർ ഉണ്ടാവും, ഒരു അതിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടാവും. ഇതിനാണല്ലോ ടെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്തായിരിക്കും ഒരു ഡയമണ്ട് ഇനൻഡർ ഉണ്ടാവുക. അപ്പോൾ അത് താഴോട്ട് പ്രസ് ചെയ്തിട്ട് ഒരു ഇനൻഡേഷൻ അതിൽ മേക്ക് ചെയ്യും. അത് നമുക്ക് മെഷർ ചെയ്തെടുക്കാനും പറ്റും. കാരണം ഇപ്പം ഡയമണ്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് വരുന്ന ഇനൻഡേഷൻ, ഇപ്പം വിക്കേഴ്സ് ടെസ്റ്റ് പിരമിഡ് ഷേപ്പിലുള്ള ഇനൻഡേഷനാണ് മേക്ക് ചെയ്യുന്നത്. ഓക്കെ, വിക്കേഴ്സ് ടെസ്റ്റിൽ പിരമിഡ് ഷേപ്പിലുള്ള ഇനൻഡേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നേരത്തെ കണ്ട ഇമേജിൽ ആ ഒരു പിരമിഡ് ഷേപ്പ് ആ ഇൻഡൻറ്ററിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിരമിഡ് ഷേപ്പിലാണ് ഇൻഡൻറ്റേഷൻ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏരിയ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടോട്ടൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഫോഴ്സ് അപ്ലൈഡ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഇനൻഡേഷൻ എന്നത് കണ്ടുപിടിച്ചാൽ ഒരു നമ്പർ കിട്ടും. ആ നമ്പറാണ് നമ്മുടെ പിരമിഡ് നമ്പർ, അതല്ലെങ്കിൽ വിക്കേഴ്സ് പിരമിഡ് നമ്പർ എന്ന് പറയും. അപ്പോൾ ഈ ഒരു വാല്യൂ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഹാർഡ്നെസ്സിൻ്റെ എമൗണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഡയമണ്ടിൻ്റെ പിരമിഡ് നമ്പർ എന്ന് പറയുന്നത് 10K ആണ്. 10K HKV എന്ന് പറയും ഡയമണ്ടിൻ്റെ പിരമിഡ് നമ്പർ. ബ്രിനെൽസ് ഹാർഡ്നെസ് നമ്പർ നമ്മൾ പറഞ്ഞു 10 mm ഡയമണ്ടറില്ല ഒരു സ്റ്റീൽ ബോണാണ് യൂസ് ചെയ്യാം. റോക്ക്വെൽ ഹാർഡ്നെസ്സിലാണ് ഡയമണ്ട് കോൺ ഇൻഡൻറ്റർ ഉപയോഗിക്കുന്നത്. മറ്റേതിൽ എന്താണ്, പിരമിഡ് ഷേപ്പിലുള്ള ഡയമണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഷിയർ ടെസ്റ്റ് നമ്മൾ പറഞ്ഞു ബീംസിലാണ് കൂടുതൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഇമ്പാക്ട് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ. ഇമ്പാക്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പാക്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ടഫ്നെസ് എന്ന് വെച്ചാൽ ദ റെസിസ്റ്റൻസ് ടു ഫ്രാക്ചർ വെൻ സ്ട്രെസ്ഡ്. സ്ട്രെസ് ചെയ്യുമ്പോൾ ഫ്രാക്ചർ ആവാതിരിക്കാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കഴിവാണ് ടഫ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെൻഡുലം ടെസ്റ്റാണ് ടഫ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ്.
പെൻഡുലം ടെസ്റ്റ്. പിന്നെ നമ്മുടെ ടഫ്നെസ് കാണാനുള്ള ഒരു ഇതാണ് സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഉണ്ടല്ലോ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലത്തെ ഏരിയ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാണിക്കുന്ന ഏരിയ ടഫ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിലെ ഏരിയ ടഫ്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജൂൾ പെർ മീറ്റർ ക്യൂബാണ് അതിൻ്റെ ഡയമെൻഷനായിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ ഒരു മെറ്റീരിയലിനെ എത്രത്തോളം നമുക്ക് വലിച്ചു നീട്ടാം, അതായത് ടെൻസൈൽ ഫോഴ്സ് കൊടുക്കുമ്പം അതിന് വയേഴ്സ് അല്ലെങ്കിൽ ത്രെഡ്സ് ആയിട്ട് മാറാൻ ബ്രേക്കേജ് ഇല്ലാണ്ട് അതിന് എത്രമാത്രം ടെൻസൈൽ ഫോഴ്സ് കൊടുത്തിട്ട് വയേഴ്സ് അല്ലെങ്കിൽ ത്രെഡ്സ് ആയിട്ട് മാറ്റാൻ പറ്റും. ആ ഒരു പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽസിനാണ് കൂടുതലും ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടി കണ്ടുവരുന്നത്. ഡക്റ്റിലിറ്റി, മാലബിലിറ്റി പ്രോപ്പർട്ടിയൊക്കെ കൂടുതലും മെറ്റൽസിലാണ് കാണുന്നത്. ടെനാസിറ്റീൻ്റെ വേർഡ് മീനിങ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് റിട്ടൈനിങ് സംതിങ് എന്നാണ്. ഓക്കെ. നെക്സ്റ്റ്, റെയിൻഫാൾ മാസ് കർവ് ഷോസ് ദ വേരിയേഷൻ ഓഫ്. ആൻസർ വരുന്നത് ക്യുമുലേറ്റീവ് റെയിൻഫാൾ വിത്ത് ടൈമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം വരച്ചാൽ എക്സ് വൈ ആക്സിസിൽ ടൈം എക്സ് ആക്സിസിലും റെയിൻഫാൾ അഥവാ പ്രസിപ്പിറ്റേഷൻ, റെയിൻഫാൾ ഒരു പ്രസിപ്പിറ്റേഷനാണ്. ഡ്രിസിൽ, മിസ്റ്റ്, ഫോഗ് ഇതൊക്കെ പ്രസിപ്പിറ്റേഷനായിട്ട് ഭാഗപ്പെട്ടതാണ്. അപ്പോൾ റെയിൻഫാൾ, പ്രസിപ്പിറ്റേഷൻ എന്നത് വൈ ആക്സിസിലും ടൈമിനനുസരിച്ചും വരച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഗ്രാഫ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെയാണ് നമ്മുടെ ക്യുമുലേറ്റീവ് റെയിൻഫാൾ മാസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താണ് ടൈമും നമ്മുടെ റെയിൻഫാളിൻ്റെ അളവുമാണ് എക്സ് വൈ ആക്സിസിൽ കൊടുക്കുന്നത്. അടുത്തത് 1 ഹെക്ടർ മീറ്റർ ഈസ് ഈക്വൽ ടു. 1 ഹെക്ടർ മീറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹെക്ടർ ഉദ്ദേശിക്കുന്നത് 100 മീറ്റർ വീതിയും 100 മീറ്റർ നീളമുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഹെക്ടർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 10,000 മീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഇത് തെറ്റാണ്, മീറ്റർ സ്ക്വയർ ആണ് വരിക. അടുത്തത്, an aquifer is a geological formation which contains water and transmits. അപ്പോൾ ഇതാണ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് ഫിഗറിൽ അക്വിഫർ കാണാം. അക്വിഫറിൽ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ നമുക്ക് റെയിൻഫാൾ അല്ലെങ്കിൽ മറ്റ് പ്രസിപ്പിറ്റേഷൻ വഴി ഭൂമിയിലേക്ക് എത്തുന്ന മഴ റോക്കുകൾക്കിടയിൽ പെട്ട് അതിന് ഇവിടെ കാണിച്ചിട്ടുണ്ടാകും. 2 റോക്ക് പാളികൾക്കിടയിലായിരിക്കും ആ വാട്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്തുള്ള വാട്ടറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മുകളിലെ വെള്ളത്തിന് പ്രഷർ വളരെ കുറവായിരിക്കും, താഴെയുള്ള വെള്ളത്തിന് പ്രഷർ ഹൈ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വാട്ടർ പുറത്തേക്ക് എടുക്കുമ്പം നല്ല ഫോഴ്സിലാണ് പുറത്തേക്ക് വരികയുണ്ടാവുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അതിനെ പറയുന്ന പേരാണ് ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുക. അതായത് അക്വിഫർ എന്ന് വെച്ചാൽ നമ്മുടെ പാറകൾക്കിടയിലുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറാണ്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ മുകളിൽ ഒരു സാൻഡ്സ്റ്റോണിൻ്റെ കവറിങ് ഉണ്ടാവും. സാൻഡ്സ്റ്റോൺ പെർമിയബിളാണ്. ആർട്ടീഷ്യൻ വെല്ല് വഴിയാണ് അതിനകത്തുള്ള വാട്ടർ, അക്വിഫറിനകത്തുള്ള വാട്ടർ എടുക്കുന്നത്. നല്ല പ്രഷറിലൂടെ ആയിരിക്കും. ഒരു പമ്പിൻ്റെ യൂസേജ് നമുക്ക് അവിടെ വരുന്നില്ല. നല്ല പ്രഷറിലൂടെ ആയിരിക്കും മുകളിലേക്ക് വരുന്നത്. ഏറ്റവും താഴെ ഹൈ പ്രഷർ റീജിയൻ ആയിരിക്കും, മുകളിലത് ലോ പ്രഷർ റീജിയൻ ആയിരിക്കും. അക്വിഫർ എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ലെയർ ഓഫ് വാട്ടറാണ്. വാട്ടർ ബിയറിംഗ് പെർമിയബിൾ റോക്കാണ് അക്വിഫർ. അണ്ടർഗ്രൗണ്ട് ലെയർ ഓഫ് വാട്ടർ ബിയറിംഗ് പെർമിയബിൾ റോക്കാണ് അക്വിഫർ. വാട്ടർ ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് യൂസിങ് എ ആർട്ടീഷ്യൻ വെൽ. ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോ ജിയോളജി എന്ന് പറയുന്നത്. അക്വിഫേഴ്സ്, അണ്ടർഗ്രൗണ്ടിലുള്ള വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഹൈഡ്രോ ജിയോളജി. ഓക്കെ. അടുത്തത് ഗ്രോയിൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രോയിൻസ് ആർ ജനറലി ബിൽറ്റ് ഇൻ. നമ്മൾ സീ സൈഡ്സിലാണ് എസ്പെഷ്യലി കാണുന്നത്. ബ്രിട്ടീഷ് ബീച്ചസിലാണ് ഗ്രോയിൻസ് കാണപ്പെടുന്നത്. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഹൈ ടൈഡ് അല്ലെങ്കിൽ ഒരുപാട് സുനാമി അല്ലെങ്കിൽ മറ്റ് ഓഷ്യൻ ഇറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രോയിൻസ് എന്ന സ്ട്രക്ചേഴ്സ് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഇതിൻ്റെ ആൻസർ ആദ്യം പറയാം. ഓക്കെ. ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. അതായത് പെർപെൻഡിക്കുലർ ആവാം, അല്ലെങ്കിൽ ബീച്ചിന് ഇൻക്ലൈൻ ടു 30 ഡിഗ്രിയോ, ഡൗൺ സ്ട്രീമിൽ 30 ഡിഗ്രി, അപ്പ് സ്ട്രീമിൽ 30 ഡിഗ്രി ആയിട്ട് ആണ് കൊടുക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ പർപ്പസാണ് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ബ്രിട്ടീഷ് ബീച്ചസിലാണ് കാണുന്നത്. ഇതുണ്ടാക്കുന്നത് വുഡ് അല്ലെങ്കിൽ ഫൈബർ ഗ്ലാസ് കൊണ്ടായിരിക്കും. നല്ല ഡ്യൂറബിളാണ്. നമ്മൾ കടൽ തീരത്തൊക്കെ നമുക്ക് സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാം. വാട്ടർ ഇറോഷൻ അല്ലെങ്കിൽ തീരത്തേക്ക് നല്ല ബാരിയർ വെച്ചത് കണ്ടിട്ടുണ്ടാവും റോക്ക് കൊണ്ട്. അപ്പോൾ ഇത് ശരിക്കും ട്രാപ്പ് ബീച്ച് മെറ്റീരിയൽ അതായത് സാൻഡൊക്കെ കടലിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ബൈ ലോങ് ഷോർ ഡ്രിഫ്റ്റ്സ് റെഡ്യൂസ് കോസ്റ്റൽ ഇറക്ഷൻ, കോസ്റ്റൽ ഫ്ലഡ് ഡിഫെൻസിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് മെയിനായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. നമുക്ക് ചില ഏരിയകളിലൊക്കെ കാണാം ഒരു കിണറുണ്ടാകും കോസ്റ്റൽ സൈഡിൽ, പക്ഷേ അതിൻ്റെ താഴെയുള്ള മണ്ണ് ഈ ഒരു ലെവലിലായിരിക്കും. ഇവിടെ ഇത്രയും പോർഷനൊക്കെ എന്തായിരിക്കും കടൽ കൊണ്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രോയിൻസ് പോലുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ തീരത്ത് പണിത് കഴിപ്പിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നമ്പർ ഓഫ് ലിങ്ക്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് എ മെട്രിക് ചെയിൻ എന്താണ്? അപ്പോൾ മെട്രിക് ചെയിൻ വരുന്നത് ചെയിൻ സർവേയുടെ ഭാഗമാണ്. എന്താണ് സർവേ? ടു ഡിറ്റർമൈൻ റിലേറ്റീവ് പൊസിഷൻ എന്നുള്ളതാണ് സർവേയുടെ മെയിനായിട്ട് ബേസിക്. ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ മറ്റൊരു റെഫറൻസ് പോയിൻ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സർവേ എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ആംഗുലാർ മെഷറിലായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മെഷർ ആയിരിക്കാം. ഒരു സർവേ എന്ന് പറയുന്നത് റിലേറ്റീവ് പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയിൻ സർവേ ചെയിൻ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നു ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ 20 മീറ്റർ അല്ലെങ്കിൽ 30 മീറ്റർ ചെയിൻസ് ആണ് കൂടുതലും കണ്ടുവരുന്നത്. അതിനൊരു ബ്രാസ് ഹാൻഡിൽസ് ഉണ്ടാവും, പിന്നെ ഒരു ചെയിൻസ് ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ചെയിനിൻ്റെ ഒരു ഷേപ്പ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. 20 to 30 മീറ്റർ ആണ് സാധാരണ ലെങ്ത് ഉണ്ടാവുക. ഒരു ലിങ്കിൻ്റെ നീളം എന്ത് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. ഒരു ലിങ്കിൻ്റെ നീളം 20 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അപ്പോൾ ഒരു മീറ്ററിൽ എത്രയാണെന്ന് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഡിവൈഡ് ബൈ 20 ഈക്വൽ ടു 5 ലിങ്കാണ് ഒരു മീറ്ററിനകത്ത് കാണപ്പെടുക. അതായത് നമ്പർ ഓഫ് ലിങ്ക്സ് പെർ മീറ്റർ ലെങ്ത് ഓഫ് എ മെട്രിക് ചെയിൻ. ഒരു മെട്രിക് ചെയിൻ എന്ന് വെച്ചാൽ പെർ മീറ്ററാണ് ചോദിക്കുന്നത്. അപ്പോൾ 100 സെൻറ്റിമീറ്ററിൽ 20 സെൻറ്റിമീറ്റർ ആണ് ഒരു ചെയിനിൻ്റെ ലെങ്ത് എങ്കിൽ 100 സെൻറ്റിമീറ്ററിൽ എത്രയാണ്? ഡിവൈഡ് ബൈ 20 ഈക്വൽ 5 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ റിമൂവൽ ഓഫ് പാരലാക്സ് മേ ബി അച്ചീവ്ഡ് ബൈ ഫോക്കസിങ്. ആൻസർ നമുക്ക് ആദ്യം നോക്കാം. ബോത്ത് എ ആൻഡ് ബി ആണ്. അതായത് ഒബ്ജക്റ്റീവും ഫോക്കസ് ചെയ്യണം, ഐ പീസും ഫോക്കസ് ചെയ്യണം. എന്താണ് ഒബ്ജക്റ്റീവും എന്താണ് ഐ പീസ് എന്ന് വെച്ചാൽ നമുക്ക് ഓക്കെ ഒരു ടെലിസ്കോപ്പ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അതിൽ നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് വരുന്നതാണ് ഐ പീസ്, അതായത് ലെൻസാണ് ഐ പീസ്. ഓക്കെ, ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് ലെൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് പാരലാക്സ് എറർ എന്ന എറർ വരുന്നത് നമ്മുടെ ഐ പൊസിഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഒരു റീഡിങ് നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു മെർക്കുറി ഉള്ള ഒരു റീഡിംഗ് ആണ്, മെർക്കുറി തെർമോമീറ്റർ വിചാരിച്ചോളൂ. മെർക്കുറി അതിൻ്റെ ബാക്കിൽ അതിൻ്റെ റീഡിംഗ് ഉണ്ട്, ഇവിടെ മെർക്കുറി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാണ് ഡയമെൻഷൻസ് ഉള്ളതെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ലെവൽ ഈ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു റീഡിങ് ഇപ്പം 10 സെൻറ്റിമീറ്റർ കാണിക്കുന്നു, ഇവിടെ മുകളിൽ 11, ഇവിടെ 9. അപ്പോൾ നമ്മൾ കുറച്ച് താഴെയാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മെർക്കുറി നമ്മൾ കണ്ടിട്ട് ഈ റീഡിങ് എടുക്കുന്നത് ചിലപ്പം ഒരുപക്ഷെ 11 ആയിരിക്കാം എടുക്കുന്നത് താഴെ നിന്ന് നോക്കുമ്പോൾ. ഇനി മുകളിൽ നിന്നാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് ശരിക്കും ഒരുപക്ഷെ കുറഞ്ഞ് 9ലേക്ക് എത്താം. അപ്പോൾ ഈ ഒരു എററിനെ നമ്മൾ സ്വാഭാവികമായിട്ടും പാരലാക്സ് എറർ, അതായത് നമ്മുടെ സർവേ ചെയ്യുന്ന ആളുടെ എറർ തന്നെയാണ് പാരലാക്സ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ ഇത് എറർ എങ്ങനെ എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഒബ്ജക്റ്റീവ് ലെൻസും ഐ പീസ് ലെൻസും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പാരലാക്സ് എറർ എലിമിനേറ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലെൻസിൽ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യേണ്ടത് ഈ ഡയഫ്രം ഉണ്ടല്ലോ, അതായത് നമ്മുടെ ക്രോസ് ഹെയർസ് കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ അതിലേക്ക് ആദ്യം ഐ പീസ് ഫോക്കസ് ചെയ്യണം. അപ്പോൾ ഡയഫ്രം ക്രോസ് ഹെയർ കാണണം. അതാണ് ഐ പീസ് സെറ്റ് ചെയ്യുന്നതിലൂടെ ഒഴിവാക്കുന്നത്. അതായത് നമുക്ക് ഈ ക്രോസ് ഹെയർ കറക്റ്റായിട്ട് വേണം, അല്ലെങ്കിൽ സ്റ്റാഫ് റീഡിങ് എവിടെ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടാവും. അതിനുശേഷം ഈ ഒബ്ജക്റ്റീവ് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അത്രയും ദൂരത്തുള്ള കാണണമെങ്കിൽ ഒബ്ജക്റ്റീവ് ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ലെൻസും ഒബ്ജക്റ്റീവും ഐ പീസും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഈ പാരലാക്സ് എന്ന എറർ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുക.
അടുത്തത് ദ മാഗ്നറ്റിക് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് 32 ഡിഗ്രി ആൻഡ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ഈസ് 5 ഡിഗ്രി 20 മിനിറ്റ് വെസ്റ്റ്. ഇറ്റ്സ് ട്രൂ ബിയറിംഗ് ഈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആദ്യം നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ 26 ഡിഗ്രി 40 മിനിറ്റ്. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് മെറിഡിയനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ട്രൂ മെറിഡിയൻ എന്താണ്, മാഗ്നറ്റിക് മെറിഡിയൻ എന്താണ് എന്ന് പറയുന്നത്. നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് ശരിക്കും ഒരു ജിയോയുടെ ഷേപ്പാണ്. നമുക്കിപ്പോൾ ഒരു എലിപ്സിൻ്റെ ഷേപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ ഡയമീറ്റർ ഉണ്ടല്ലോ, ഏറ്റവും കുറഞ്ഞ ഡയമീറ്ററാണ് നമ്മുടെ ട്രൂ മെറിഡിയനായിട്ട് വിചാരിക്കുക. പക്ഷേ നമ്മുടെ മാഗ്നറ്റ്, എർത്തിൻ്റെ മാഗ്നറ്റ് ലൈ ചെയ്യുന്നത് അതുമായിട്ട് കുറച്ചൊരു ഇൻക്ലൈൻഡ് ആയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആംഗിളാണ് നമ്മുടെ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. അതായത് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത് എർത്തിൻ്റെ ശരിക്കും മെറിഡിയനാണ്. എർത്തിൻ്റെ മാഗ്നറ്റ് ഈ ട്രൂ മെറിഡിയനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് തീറ്റ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വെസ്റ്റാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, തീറ്റ വെസ്റ്റ് ആണെങ്കിൽ അത് നെഗറ്റീവായിട്ട് കാണണം. തീറ്റ ഈസ്റ്റ് ആണെങ്കിൽ അത് പോസിറ്റീവായിട്ട് കാണണം. അതായത് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഡിക്ലിനേഷൻ 5 ഡിഗ്രി 20 മിനിറ്റ് വെസ്റ്റാണ്. അപ്പോൾ വെസ്റ്റാണ് നമ്മൾ ഡിക്ലിനേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അതൊന്നാമത്തെ കാര്യം. ഇനി ഇതിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡിക്ലിനേഷൻ അഥവാ തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഈക്വൽ ടു ട്രൂ ബിയറിംഗിൽ നിന്ന് മാഗ്നറ്റിക് ബിയറിംഗ് കുറച്ചാലുള്ള വാല്യൂ ആണ്. അപ്പോൾ തീറ്റ 5 ഡിഗ്രി 20 മിനിറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ അത് വെസ്റ്റ് ആയതുകൊണ്ട് മൈനസാണ്, നെഗറ്റീവാണ്. അപ്പോൾ 5 ഡിഗ്രി 20 മിനിറ്റ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് എത്രയാണ് തന്നിട്ടുള്ളത്? ട്രൂ ബിയറിംഗ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ട്രൂ ബിയറിംഗ് എക്സ് കൊടുത്താൽ മാഗ്നറ്റിക് ബിയറിംഗ് 32 ഡിഗ്രി. ഓക്കെ അപ്പോൾ -5 ഡിഗ്രി 20 മിനിറ്റ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് മൈനസ് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. ട്രൂ ബിയറിംഗ് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. -32 ഡിഗ്രിയാണ് ഇതിന് ആൻസർ. അപ്പോൾ ഇതിൽ നിന്ന് ട്രൂ ബിയറിംഗ് കണ്ടെത്തിയാൽ എത്രയാണ്? 32 ഡിഗ്രി. മറുവശത്ത് പോകുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ 32 മൈനസ് 5 ഡിഗ്രി 20 മിനിറ്റ് ആവും. അപ്പോൾ അഥവാ 31 ഡിഗ്രി 60 മിനിറ്റ് മൈനസ് 5 ഡിഗ്രി 20 മിനിറ്റ് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ആൻസർ 26 ഡിഗ്രി 40 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് അത് ബിയറിംഗ് തന്നാൽ, അതായത് മാഗ്നറ്റിക് ബിയറിംഗും ട്രൂ ബിയറിംഗ് തന്നാൽ ഡിക്ലിനേഷൻ അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഡിക്ലിനേഷനും ട്രൂ ബിയറിംഗ് തന്നിട്ട് മാഗ്നറ്റിക് ബിയറിംഗ് ചോദിക്കാം. ഈ ഒരു ഫോർമുല ഓർമ്മിച്ച് നോക്കുക. ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തീറ്റ ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ട്രൂ ബിയറിംഗ് എന്ന് മാഗ്നറ്റിക് ബിയറിംഗ് കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആണ്. ട്രൂ മെറിഡിയൻ നമ്മുടെ എർത്തിൻ്റെ ശരിക്കുള്ള മെറിഡിയനാണ്. പക്ഷേ മാഗ്നറ്റിക് മെറിഡിയനാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം കോമ്പസ് സർവേ ആണല്ലോ നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. കോമ്പസ് ഫോക്കസ് ചെയ്യുന്നതാണ്, ഡയറക്ഷനാണ് ശരിക്കും മാഗ്നറ്റിക് മെറിഡിയേഷൻ ലൈനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ദ ലെങ്ത് ഓഫ് ആൻ എഞ്ചിനീയർ ചെയിൻ ഈസ്. അപ്പോൾ എഞ്ചിനീയേഴ്സ് ചെയിൻ ടൈപ്സ് ഓഫ് ചെയിൻസ് ഉണ്ട്. ടൈപ്സ് മെയിനായിട്ടും ഒന്ന് എഞ്ചിനീയേഴ്സ് ചെയിനാണ്. 2 എന്ന് പറയുന്നത് ഗണ്ടേഴ്സ് ചെയിനാണ്. 3 എന്ന് പറയുന്നത് റവന്യൂ ചെയിനാണ്. ഈ 3 ചെയിനാണ് ടൈപ്പാണ് മെയിനായിട്ട് ഉള്ളത്. എഞ്ചിനീയേഴ്സ് ചെയിൻ വെച്ചാൽ 100 ഫീറ്റ് 100 ലിങ്ക് ആയിരിക്കും നമ്മുടെ എഞ്ചിനീയേഴ്സ് ചെയിൻ. എന്താണ് ലിങ്ക് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ നേരത്തെ വരച്ചല്ലോ ഒരു ലിങ്ക്, അതായത് ഓക്കെ, നമുക്ക് ടൈപ്സ് പറയുന്നതിന് പോട്ടെ. ലിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എത്രയാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാണ്ട്. അതായത് ഒരു ചെയിനിൽ ഒരു ചെയിൻ ഇങ്ങനെ പോകുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ നിന്നും മറ്റൊരു സെൻറ്റർ പോർഷനിലേക്കുള്ള ഡിസ്റ്റൻസാണ്, അതായത് നടുക്കുള്ള റിങ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് ഒരു ലിങ്കായിട്ട് നമ്മൾ കണ്ടുപിടിക്കാം. ഇത് കാണാം. അപ്പോൾ നമ്മൾ ടൈപ്സ് എന്ന് പറയുമ്പം ടൈപ്സ് 3 തരത്തിലാണ് മെയിനായിട്ടുള്ളത്. അതായത് ചെയിൻസിൽ ടൈപ്സ് 3 തരത്തിലാണ്. ഒന്ന് എഞ്ചിനീയേഴ്സ് ചെയിൻ. എഞ്ചിനീയേഴ്സ് ചെയിനിൽ 100 ഫീറ്റാണ് അതിൻ്റെ ലെങ്ത്ത് ഉണ്ടാവുക. 100 ലിങ്ക് അതിനകത്ത് കാണുകയും ചെയ്യും. എഞ്ചിനീയേഴ്സ് ചെയിന് 100 ഫീറ്റാണ്, 100 ലിങ്ക് ഉണ്ടാവും. രണ്ടാമത്താണ് ഗണ്ടേഴ്സ് ചെയിൻ. ഗണ്ടേഴ്സ് ചെയിനിൽ 66 ഫീറ്റാണ് ഉണ്ടാവുക, പക്ഷേ 100 ലിങ്ക് തന്നെ ഉണ്ടാവും. ഓക്കെ,
66 ഫീറ്റാണ് ഉണ്ടാവുക, ലെങ്ത്ത് 100 ലിങ്ക് ഉണ്ടാവും. മൂന്നാമത്തേത് റവന്യൂ ചെയിനാണ്. റവന്യൂ ചെയിനിൽ 33 ഫീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതിൽ 16 ലിങ്കാണ് ഉണ്ടാവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കാം. ചെയിൻ സർവേ നമ്മുടെ സർവേയുടെ ഒരു ഭാഗമാണ്. മെയിനായിട്ട് ടൈപ്സ് എൻജിനീയേഴ്സ്, ഗണ്ടേഴ്സ്, റവന്യൂ ചെയിൻസാണ് യൂസ് ചെയ്യുക. ഗണ്ടേഴ്സ് ചെയിന് 66 ഫീറ്റ് 100 ലിങ്കാണ്. എൻജിനീയേഴ്സ് ചെയിന് 100 ഫീറ്റ് 100 ലിങ്കാണ്. റവന്യൂ ചെയിന് 33 ഫീറ്റ് 16 ലിങ്കാണ്. ഒന്ന് ഓർമ്മ വെച്ച് നോക്കാം. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് എൻജിനീയേഴ്സ് ചെയിൻ എന്ന് പറയുന്നത് 100 ഫീറ്റാണ്. ഓക്കെ, അടുത്തത് ദ ബിയറിംഗ് ഓഫ് എ ബി ഈക്വൽ ടു നോർത്ത് എൻ 40 ഡിഗ്രി വെസ്റ്റ്. നോർത്ത് 40 ഡിഗ്രി വെസ്റ്റ് ആണ്. ബിയറിംഗ് ഓഫ് ബി സി ഈക്വൽ ടു 20 ഡിഗ്രി ഈസ്റ്റ് ആണ്. ദെൻ ആംഗിൾ എ ബി സി എത്രയാണ്? അപ്പോൾ നമുക്കിത് ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യണം. അതായത് എ ബി എന്നതിൻ്റെ ബിയറിംഗ് നമ്മൾ തന്നിട്ടുണ്ട്. എ ബി എന്നതിൻ്റെ ബിയറിംഗ് എങ്ങനെയാണ്? എ ബി എന്ന ബിയറിംഗ് നോർത്ത് ടു വെസ്റ്റ് ആണ്. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ് ആണല്ലോ, ഇത് സൗത്ത് ആണ്. നോർത്ത് ടു വെസ്റ്റ് 40 ഡിഗ്രി ആകുമ്പം എങ്ങനെയുണ്ടാവും? നോർത്ത് ടു വെസ്റ്റ് ആംഗിൾ ഇങ്ങനെ കാണണം. 40 ഡിഗ്രി ഈ ഒരു തരത്തിലാണ് എ ബി എന്നതിൻ്റെ ലൈൻ വരിക. ഓക്കെ, അപ്പോൾ ഇത് 40 ഡിഗ്രി, ഈ ആംഗിൾ 40 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, നോർത്ത് ടു വെസ്റ്റ് 40 ഡിഗ്രി ആയിരിക്കുമ്പോൾ ബി കിട്ടും. ഓക്കെ, നോർത്ത് ടു വെസ്റ്റ് 40 ഡിഗ്രി കിട്ടുമ്പോൾ ബി കിട്ടും. അതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്നത് ബി സി 20 ഡിഗ്രിയാണ്. ഇനി സി 20 ഡിഗ്രി ഈസ്റ്റ് ആണ്, അതായത് നോർത്ത് നിന്നാണ് എല്ലാ ആംഗിളും എടുക്കുന്നത്. ഇതൊക്കെ ഹോൾ സർക്കിൾ ബിയറിങ്ങിലാണ് തന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. നോർത്ത് ടു ഈസ്റ്റ് എടുക്കുമ്പോൾ 20 ഡിഗ്രി ഈ ഒരു തരത്തിലാണ് കാണുകയും ചെയ്യുക. അപ്പോൾ സി നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത് ഫോം ചെയ്യുന്നത് എ ബി സി എന്ന ആംഗിൾ ഇതാണ്. ഓക്കെ, എ ബി നമ്മൾ വരച്ചു. എങ്ങനെയാണ് വരച്ചത്? നോർത്ത് ടു വെസ്റ്റ് ആംഗിൾ എടുത്തിട്ട് ഒരു ലൈൻ വരച്ചു. അപ്പോൾ ഒരു ബി പൊസിഷൻ നമുക്ക് കിട്ടി. അത് നോർത്ത് നിന്ന് എ പോർഷൻ നിന്ന് 40 ഡിഗ്രി മാറിയിട്ടാണ്. ഇത് 40 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്ന മറ്റൊരു ആംഗിൾ എന്ന് പറയുന്നത് ബി സി എന്നതിൻ്റെ ബിയറിംഗ് ആണ്. ബി സി എന്ന ബിയറിംഗ് എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്, റൈറ്റ്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ, പാരലൽ ആയിട്ടുള്ള ഒരു വരക്കുമ്പം ഇത് ആംഗിൾ തന്നെയായിരിക്കും ഈ ആംഗിൾ വരുന്നത്. നമ്മൾ പഴയ മാത്സ് ലെസണാണ്. അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് 40 ഡിഗ്രി, ഇത് 20 ഡിഗ്രി, അപ്പോൾ ടോട്ടൽ 60 ഡിഗ്രി. ഒരു പ്ലെയിനിൽ മാക്സിമം ഡിഗ്രി 180 ഡിഗ്രിയാണ്. അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്ന് 60 കുറച്ചാൽ 120 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് നമുക്കിപ്പോൾ ആദ്യം ഒരു ആംഗിൾ നമുക്ക് തന്നത് എ ബിയുടേത് 40 ഡിഗ്രി നോർത്ത് ടു വെസ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബി പോർഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് 40 ഡിഗ്രി ആണെങ്കിൽ ഇതും 40 ഡിഗ്രി ആയിരിക്കുമല്ലോ. ഇനി മറ്റൊന്ന് നമുക്ക് തന്നിരിക്കുന്നത് ബി സിയുടെ ബിയറിങ് 20 ഡിഗ്രിയാണ്. ഇത് ഇവിടുന്ന് 20 ഡിഗ്രിയാണ്. ഇത്രയും വലിയ ആംഗിളൊന്നുമില്ല, പക്ഷേ നമുക്ക് മാർക്ക് ചെയ്യാൻ അതാണ് സൗകര്യം. അപ്പോൾ 20 ഡിഗ്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 40ഉം ഇത് 20 ആണെങ്കിൽ ഈ ആംഗിൾ, ബാക്കി ആംഗിൾ എത്രയായിരിക്കും? 180 ഡിഗ്രിയിൽ നിന്ന് 60 കുറച്ചായിരിക്കുമല്ലോ. അപ്പോൾ 120 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എ വെൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ ഡസ് നോട്ട് ഹാവ് എനി ആംഗിൾ ലെസ് ദാൻ. ഒരു വെൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ തന്നെ ഒരു ആംഗിളും 30 ഡിഗ്രിയിൽ കുറവായിരിക്കില്ല. എന്താണ് ഈ വെൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ, അല്ലെങ്കിൽ എന്താണ് ഈ ഇൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ, രണ്ട് ടൈപ്പിലാണ് നമ്മൾ സർവേ ചെയ്യുന്നത്. ഒന്ന് വെൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ വെച്ചിട്ടാണ്. ഇതാണ് കൂടുതൽ പ്രിഫറബിൾ. ഇതിൽ പെടാത്തതിനെ ഇൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ എന്നാണ് യൂസ് ചെയ്യുക. നമുക്ക് സർവേ വർക്കിന് വെൽ കണ്ടീഷണഡ് ട്രയാങ്കിളാണ് കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ആംഗുലാർ മെഷർമെൻറ്റ് എടുക്കുമ്പോഴും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വെൽ കണ്ടീഷണഡ് ട്രയാങ്കിളാണ് കൂടുതൽ യൂസ് ചെയ്യുക. വെൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ വെച്ചാൽ 30 to 120 ഡിഗ്രി ആംഗിൾ വരുന്ന ആംഗിൾസ് ഉള്ള ട്രയാങ്കിൾസാണ് വെൽ കണ്ടീഷണഡ് ട്രയാങ്കിൾ. അതായത് ഇതിൽ നമ്മളൊരു ആംഗിൾ വരച്ചാൽ ഇത് 30 ഡിഗ്രി ആയിരിക്കാം, ഇതിപ്പോൾ 60 ഡിഗ്രി ആയിരിക്കും, ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇതൊരു വെൽ കണ്ടീഷണഡ് ട്രയാങ്കിളാണ്. ഒരു ആംഗിളും 30 ഡിഗ്രിയിൽ കുറവല്ല, ഒരു ആംഗിളും 120 ഡിഗ്രിയിൽ കൂടുതലല്ല. അപ്പോൾ ഇതല്ലാത്ത മറ്റെല്ലാ ട്രയാങ്കിളും ഏതെങ്കിലും ഒരു ആംഗിൾ 30 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ അത് ഇൽ കണ്ടീഷണഡ് ട്രയാങ്കിളാണ്. സർവേ വർക്കിന് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെൽ കണ്ടീഷണഡ് ട്രയാങ്കിളാണ്. 30 ഡിഗ്രിയിൽ കൂടുതലുള്ള ആംഗിൾസാണ്. 30 to 120 ഡിഗ്രിയാണ് വെൽ കണ്ടീഷണഡ് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് നമ്മൾ എടുക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, ദ ബൗണ്ടറി ഓഫ് വാട്ടർ ഓഫ് എ സ്റ്റിൽ ലേക്ക് റെപ്രസെൻറ്റ്സ്. ഒരു കോണ്ടൂർ ലൈനെയാണ് നമ്മുടെ ഒരു ലേക്കിൻ്റെ ബൗണ്ടറി റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് കോണ്ടൂർസ്? കോണ്ടൂർസ് എന്ന് വെച്ചാൽ
കോണ്ടൂർസ് നമുക്ക് സർവൈവർ ഒരു പ്രദേശത്ത് ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പം വലിയ ചേഞ്ചസ് അതിൻ്റെ പ്ലെയിൻസിൽ അല്ലെങ്കിൽ എലിവേഷനിലും മാറ്റം വരുമ്പോൾ കോണ്ടൂർ നമുക്ക് സഹായകമായിട്ട് വരും. ഇപ്പോൾ ഹില്ലി സൈഡൊക്കെ ആണെങ്കിൽ അതിനെ നമുക്ക് പാരലായിട്ട് അല്ലെങ്കിൽ ഓരോ പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഈ സെയിം എലിവേഷൻ്റെ ഭാഗമൊക്കെ നമ്മളൊരു ഗ്രൗണ്ടിലേക്ക് പ്ലോട്ട് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നമ്മളൊരു പേപ്പറിലേക്ക് വരക്കുകയാണെങ്കിൽ കിട്ടുന്ന പോർഷൻസാണ് നമ്മുടെ കോണ്ടൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഒരു ഹൊറിസോണ്ടൽ ഇതായിരിക്കും കോണ്ടൂർ എന്ന് പറയുന്നത്. ഈ കോണ്ടൂറിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കോണ്ടൂർ വളരെ അടുത്തടുത്താണെങ്കിൽ അത് വളരെ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പായിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്യുക. അത് തമ്മിൽ നല്ല അകലമുണ്ടെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ നമുക്കത് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യാം, അല്ലെങ്കിൽ അത്ര സ്ലോപ്പ് അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ട് കോണ്ടൂറിനെ. അപ്പോൾ കോണ്ടൂർ ലൈൻ വാട്ടർ ബൗണ്ടറി ആണെങ്കിലോ ഒരു വാട്ടർ സ്ട്രക്ചർ എല്ലാം പരന്ന് കിടക്കുകയാണ്, സെയിം എലിവേഷനാണ്. അതിൻ്റെ ബൗണ്ടറി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഒരു കോണ്ടൂർ പോലെ ആയിരിക്കും കാണപ്പെടുക. ഇനി മറ്റൊന്ന് 1 ഹെക്ടർ ഈസ്, നമ്മൾ നേരത്തെ പറഞ്ഞു 10,000 മീറ്റർ സ്ക്വയർ ആണ് ഹെക്ടർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഇമേജും വരച്ചതാണ്. അടുത്തത് റെയ്നോൾഡ്സ് നമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ. റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. ഓക്കെ, റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ്. എന്താണ് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, റെയ്നോൾഡ്സ് നമ്പർ നമുക്ക് ശരിക്കും ഒരു പൈപ്പ്സിലേക്കൂടെയുള്ള ഫ്ലോ ഓഫ് വാട്ടറൊക്കെ അല്ലെങ്കിൽ വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോൾ ഡാമിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ ഫ്ലൂയിഡ് പ്രഷർ വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യം അറിയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ റെയ്നോൾഡ്സ് നമ്പർ വെച്ചിട്ടാണ് നമുക്ക് ഒരു ഡിസൈൻ പർപ്പസൊക്കെ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ റെയ്നോൾഡ്സ് നമ്പർ 1000 കുറവാണെങ്കിൽ അത് സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. അതായത് മോർ പ്രിഫറബിൾ ആയിട്ടുള്ള ഫ്ലോ ആണ് സ്ട്രീം ലൈൻ ഫ്ലോ. വളരെ ഓക്കെ, 1000 കുറവാണെങ്കിലാണ് നമുക്ക് പ്രിഫറബിൾ. 2000 കൂടുതലാണ് റെയ്നോൾഡ്സ് നമ്പർ എങ്കിൽ അത് ടർബുലൻറ്റ് ഫ്ലോ ആയിരിക്കും. അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പൈപ്പിന് ഡാമേജ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്ന ഒരു ഫ്ലോ ആണ് ടർബുലൻറ്റ് ഫ്ലോ. അത് പൈപ്പ് സിസ്റ്റത്തിന് ഡാമേജ് വരുത്താൻ പറ്റും. ഈ 1000-നും 2000-നും ഇടയ്ക്കാണ് വരുന്നതെങ്കിൽ അത് 2 ടൈപ്പും മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് മിക്സ്ഡ് ഫ്ലോ ആയിരിക്കും വരിക. അപ്പോൾ റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? റെയ്നോൾഡ്സ് നമ്പർ എന്ന് വെച്ചാൽ ഇനേഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. 1000-ന് താഴെയുള്ളതാണ് സ്ട്രീം ലൈൻ ഫ്ലോ, 2000-ന് മുകളിലാണ് നമ്മുടെ ടർബുലൻറ്റ് ഫ്ലോ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ വി ഡയമീറ്റർ ഇതാണ്. അതായത് ഡെൻസിറ്റി ഇൻറ്റു വെലോസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ഡെൻസിറ്റിയാണ്, വെലോസിറ്റിയാണ്, ഡയമീറ്റർ ഓഫ് പൈപ്പ്, കോഎഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി. ഇതാണ് റെയ്നോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കേണ്ട ഫോർമുല. വളരെ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, നമ്മുടെ ഈ ഒരു സംഭവം ഓർമ്മിച്ച് വെക്കുക. ഇനേഷ്യ ഫോഴ്സ് ടു വിസ്കസ് ഫോഴ്സ് ആണ് റെയ്നോൾഡ്സ് നമ്പർ. 1000 താഴെയും ആണ് നമ്മുടെ കൂടുതൽ സ്യൂറ്റബിൾ. അടുത്തത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഹെഡ് ഇൻ ടേംസ് ഓഫ് വാട്ടർ കോളനീസ്. ഇവിടെ നമുക്ക് ഒരു ബയോമീറ്ററാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് പഴയ ടൈപ്പും ഒന്ന് ഇപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് 76 സെൻറ്റിമീറ്റർ മെർക്കുറിയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഒരു ഓക്കെ, ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഒരു മെർക്കുറി നമുക്കിപ്പം ഫുള്ളായിട്ട് ഈ ഒരു ട്യൂബ് ഉണ്ടല്ലോ, അതിനാദ്യം നമ്മൾ ഫുള്ളായിട്ട് മെർക്കുറി നിറച്ച് വെക്കും. എന്നിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗം, ഇപ്പോൾ ടോപ്പ് ഭാഗമാണ് ഇവിടെ മുങ്ങിയിരിക്കുന്നത്, ആ ടോപ്പ് ഭാഗം നമ്മൾ കൈ കൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് ഈ ഒരു മെർക്കുറി ഉള്ള ആ ഒരു പ്ലേറ്റിലേക്ക് ഇമ്മേഴ്സ് ചെയ്യും. അപ്പോൾ ഇമ്മേഴ്സ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 800 mm ലെങ്ത്തുള്ള ട്യൂബാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ആ ലെങ്ത്ത് ഇമ്മേഴ്സ് ചെയ്യുമ്പം ഏകദേശം 760 mm മാത്രമാണ് നമുക്കിവിടെ മെർക്കുറി റൈസായിട്ട് കാണുക. ബാക്കിയുള്ളത് വാക്വമായിട്ട് കിടക്കുകയും ചെയ്യും. ഓക്കെ, അതായത് മെർക്കുറി നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പം 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. 76 സെൻറ്റിമീറ്റർ നോർമൽ കേസാണ്. ഹയർ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ലോവർ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ ഈ ഒരു ലെങ്ത് ഓഫ് കോളം വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്നതാണ്
നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത്, ഇതിന് 3 പ്രഷർ ഉണ്ട് ആക്ച്വലി. ഈ കോളത്തിനകത്തുള്ള മെർക്കുറിൻ്റെ പ്രഷർ, പിന്നെ ഈ അറ്റ്മോസ്ഫിയറിൽ ചെലുത്തുന്ന പ്രഷർ. അപ്പോൾ ഇതിൻ്റെ പ്രഷർ കാരണമാണ് ഈ റൈസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിനി എന്താ കാണിക്കേണ്ടത്? നമുക്ക് വാട്ടർ കോളത്തിൻ്റെ എന്തായിരിക്കും? അപ്പോൾ മെർക്കുറി വെക്കുമ്പം 76 സെൻറ്റിമീറ്ററാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? P = H ρg എന്ന് പറയുന്ന ഇക്വേഷനാണുള്ളത്. അപ്പോൾ P പ്രഷറാണ്, അറ്റ്മോസ്ഫിയർ പ്രഷറാണ്. അപ്പോൾ രണ്ടിലും ഈക്വൽ ആയിരിക്കും. ഇതേ സമം, അതായത് നമ്മൾ നേരത്തെ മെർക്കുറി വെച്ചു, മെർക്കുറി ഒരു ട്യൂബിലെത്തിയിട്ട് ഒരു പ്ലേറ്റിനകത്ത് വെച്ചു. അപ്പോൾ കാണിക്കുന്ന ലെങ്ത്ത് 76 സെൻറ്റിമീറ്ററാണ്. ഇനി വാട്ടറാണ് ഇതിൻ്റെ പകരം വെക്കുന്നുണ്ടെങ്കിൽ എത്ര ലെങ്ത്ത് പോകും, എത്ര ലെങ്ത്തിലാണ് നമുക്ക് ഒരു സിറ്റുവേഷൻ കാണുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ശരിക്കും. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. H ρg ആണ് പ്രഷർ. അപ്പോൾ രണ്ടും ഇക്വേറ്റ് ചെയ്യാം. H1 ρ1 G1 G1 ഇല്ല, G = H2 ρ2 G ആണ്. അപ്പോൾ G എന്ന് പറഞ്ഞാൽ 9.81. അപ്പോൾ ഞാൻ രണ്ടും കട്ട് ചെയ്ത് പോകും. ഇനി H1 ρ1 = H2 ρ2 ആണ്. അപ്പോൾ H1 എന്ന് പറയുന്നത് എന്താണ്? 76 സെൻറ്റിമീറ്റർ ആണ്. ഇനി ρ1 എന്താണ്? 13.6 g/cm³ ആണ് ρ1. അതായത് മെർക്കുറീൻ്റെ കാര്യമാണ് ഈ സൈഡിലുള്ളത്. ഇനി വാട്ടറിൻ്റെ ആണെങ്കിലോ, H2 എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യമാണ്. X = ρ2 എന്ന് പറയുന്നത് വാട്ടറിൻ്റെ 1 g/cm³ ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 10.30. ഓക്കെ, ആ ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്താൽ 10.30 മീറ്ററാണ് കിട്ടുക. അതായത് 10 മീറ്റർ മുകളിലാണ് ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്താൽ കിട്ടുന്നത്. അതായത് വാട്ടർ കോളത്തിൻ്റെ ലെങ്ത്ത് പറയുന്നത് 10.3 മീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ഇൻലെറ്റ് ലെങ്ത് ഓഫ് എ പെഞ്ചറിമീറ്റർ ആണ് നമ്മുടെ ഈ പിക്ചറിൽ കാണിക്കുന്നത്. ഇൻലെറ്റ് ലെങ്ത് ഓഫ് പെഞ്ചറിമീറ്റർ വിൽ ബി ലെസ് ദാൻ ഔട്ടർ ലെങ്ത് ആയിരിക്കും. പിക്ചറിൽ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇൻലെറ്റ് ലെങ്ത്ത് ഔട്ട്ലെറ്റ് ലെങ്ത്തിൻ്റെ കാട്ടിയും ഇൻലെറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് ലെങ്ത്തിനെക്കാട്ടി കുറവാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സിപ്പോലേറ്റ് വിയർ ഈസ് എ ട്രപ്പീസോയിഡ് വിയർ ഹാവിങ് സൈഡ് സ്ലോപ്പ്. അതിന് ആൻസർ വരുന്നത് 1 horizontal to 4 vertical ആണ്. എന്താണ് സിപ്പോലേറ്റീവ് വിയർ എന്ന് വെച്ചാൽ, ഒരു വിയേഴ്സ് 1 to 4 സ്ലോപ്പിൽ വരുന്നതാണ്. അതായത് 1 horizontal to 4 vertical എന്ന രീതിയിൽ സ്ലോപ്പ് വരുന്ന ഒരു വിയറാണ്. 1 horizontal to 4 vertical സ്ലോപ്പ് വരുന്ന ഒരു വിയറാണ്. ട്രപ്പീസോയിഡൽ ടൈപ്പ് വിയറാണ് സിപ്പോലേറ്റീവ് വിയർ. ഓക്കെ, ഇനി വാട്ടർ ഹൈറ്റ്. ഇപ്പം വാട്ടർ ഈ ഒരു ലെവലാണെങ്കിൽ ഇതിൻ്റെ വാട്ടർ ഹൈറ്റ് H എന്ന് കൊടുക്കാം. ഈ ഒരു ലെങ്ത്തിന് നമുക്ക് L എന്ന് കൊടുക്കാം. അപ്പോൾ സിപ്പോലേറ്റീവ് വിയറിൽ നിന്ന് നമുക്ക് ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മൾ എത്ര m³ വാട്ടർ ഒരു സെക്കൻഡിൽ പോകുന്നു എന്ന്. ക്യൂകളുടെ AV ആണല്ലോ, ഏരിയൻ്റെ വെലോസിറ്റി ആണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിപ്പോലേറ്റീവ് വിയറിൻ്റെ 3.367 × L × h⁻³ എന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിപ്പോലേറ്റീവ് വിയർ ഒരു ടൈപ്പ് ഓഫ് വിയറാണ്. വാട്ടർ ഫ്ലോയിങ് സ്ട്രക്ചേഴ്സിലാണ് കാണപ്പെടുന്നത്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. 1 to 4 ആണ് മെയിനായിട്ടും ആസ്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3.367 LH⁻³ L നമുക്ക് കാണാം, ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട് L എത്രയാണെന്ന്. H അതിൻ്റെ ഹൈറ്റ്, വാട്ടറിൻ്റെ ഹൈറ്റാണ്. LH⁻³ ആണ് അതിൻ്റെ 3.367 LH⁻³ ആണ് അതിൻ്റെ ഫ്ലോവിൻ്റെ അല്ലെങ്കിൽ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 to 4 ആണ് അതിൻ്റെ ആംഗിൾ അല്ലെങ്കിൽ സ്ലോപ്പ് വരുന്നത്. ഇനി മറ്റൊന്നാണ് ഫ്രാൻസിസ് ടർബൈനീസ്. ഈ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ റേഡിയൽ ഫ്ലോ ടർബൈനാണ്. ഇവിടെ നമുക്ക് ഇമേജിൽ കാണാൻ പറ്റും. ഫ്രാൻസിസ് ടർബൈനാണ് നമ്മുടെ കൂടുതലും ഡാംസിലും മറ്റ് സ്ട്രക്ചേഴ്സിലും ഇപ്പം കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഇതൊരു ഇൻവാർഡ് റിയാക്ഷൻ ടർബൈനാണ്. മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ ഒരു പ്രത്യേകത. കാരണം ഇതിനകത്തുള്ള വാട്ടർ ഫ്ലോ ചെയ്യുമ്പം വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട് ഇതിന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് താഴേക്ക് വരുവാൻ ചെയ്യും. അപ്പോൾ മാക്സിമം എഫിഷ്യൻസിയിൽ ഈ ഒരു ടർബൈൻ ബ്ലേഡ്സിലേക്ക് അതിനെ പതിക്കാൻ പറ്റുന്നുണ്ട്.
അതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ മോർ എഫിഷ്യൻ്റായിട്ട് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫ്രാൻസിസ് ടർബൈൻ്റെ മെയിൻ ഉദ്ദേശം. ഇതൊരു റിയാക്ഷൻ റേഡിയൽ ഫ്ലോ ടർബൈൻ ആണെന്ന് ശ്രദ്ധിക്കുക. ഇതൊരു ഇൻവേർഡ് റിയാക്ഷൻ ടർബൈൻ ആണെന്ന് കൂടി ഓർമ്മിച്ച് വെക്കുക. ഇനി അടുത്തത് എ സർജ് ടാങ്ക് ഇൻ പൈപ്പ് ലൈൻ ഈസ് യൂസ്ഡ് ടു. ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്ന ഒരു പോർഷനാണ് സർജ് ടാങ്ക് എന്ന് പറയുന്നത്. അതായത് വലിയ പൈപ്പ് ലൈൻസിൽ, അതായത് ഇപ്പം വാട്ടർ കൊണ്ടുപോകുന്നതാണെങ്കിലും അതിൻ്റെ പ്രഷർ ഉണ്ടാവുമല്ലോ, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ, അതായത് സഡൻ റൈസ് ഇൻ പ്രഷറിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം നല്ല ഫ്ലോയിലായിരിക്കും വരിക. ഒരുപക്ഷെ ഡാംസിൻ്റെ കണ്ടീഷൻ വളരെ വേഴ്സ് ആണെങ്കിൽ, ഇപ്പം ഫ്ലഡൊക്കെ വരികയാണ്, അല്ലെങ്കിൽ കൂടുതൽ പ്രസിപ്പിറ്റേഷൻ റെയിൻസ് വരുന്നു, ഒരുപാട് മഴ കിട്ടുന്നു, അപ്പോൾ കൂടുതൽ വെള്ളം കൊണ്ടുപോകേണ്ട പൈപ്പ്സിലേക്ക് വിടുകയാണ്. അപ്പോൾ പ്രഷർ വളരെ റൈസ് ചെയ്യുമ്പം അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ് നമ്മുടെ നമ്മുടെ സർജ് ടാങ്ക് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ യൂസ്. ഇതൊക്കെ നമുക്ക് റെയ്നോൾഡ്സ് നമ്പർ ഒക്കെ വെച്ചിട്ടാണ് പൈപ്പ്സിൻ്റെ ഡിസൈനൊക്കെ കിട്ടുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോ ആണ് കൂടുതൽ പ്രിഫറബിൾ എന്നൊക്കെ ഓർമ്മിച്ച് വെക്കുക. റിലീവ് ദ പ്രഷർ ഡ്യൂ ടു ദ വാട്ടർ ഹാമറാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇനി മറ്റൊന്ന് മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ദ റേഷ്യോ ഓഫ്. മോഡുലസ് ഓഫ് റിജിഡിറ്റി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ടു ഷിയർ സ്ട്രെയിൻ ആണ് മോഡുലസ് ഓഫ് റിജിഡിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. മോഡുലസ് ഓഫ് റിജിഡിറ്റി ഈസ് ഷിയർ സ്ട്രെസ് ഡിവൈഡ് ബൈ ഷിയർ സ്ട്രെയിൻ. ഇനി മറ്റൊന്നാണ് ദ ആംഗിൾ ബിറ്റ്വീൻ ടു പ്രിൻസിപ്പൽ പ്ലെയിൻസ്. പ്രിൻസിപ്പൽ പ്ലെയിൻ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? പ്രിൻസിപ്പൽ പ്ലെയിൻ ഇപ്പം ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ടാവും, മറ്റൊന്ന് വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ് അതിൻ്റെ ആംഗിളായിട്ട് വരിക. ഓക്കെ, പ്രിൻസിപ്പൽ പ്ലെയിൻ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ദ ബെൻഡിങ് മൊമെൻറ്റ് ഇൻ എ ബീം വിൽ ബി മാക്സിമം വേർ. ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വേർ ഷിയർ ഫോഴ്സ് ഈസ് 0. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ കാണാം ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് മാക്സിമം ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇത് ഒരു UDL ഇതാണ്, യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടിംഗ് ലോഡിൻ്റെ ഒരു SFD ആൻഡ് BMD കാണിച്ചിരിക്കുന്നത്. അതിൽ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം കിട്ടുന്ന പോയിന്റിൽ SFൻ്റെ വാല്യൂ നമുക്ക് 0 ആണ്. ഒരു കൺവേർഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം ആവുന്ന പോർഷനിൽ ഷിയർ ഫോഴ്സ് 0 ആയിരിക്കും വാല്യൂ. അടുത്തത് ദ ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ ആൻ ഓഗിസ് മിൽ വേ ഈസ് കോൾഡ്. ഓഗിസ് മിൽ വേ അധികം നമ്മുടെ ഡാംസിൽ കൺസിഡർ ചെയ്യുന്നൊരു വാട്ടറിൻ്റെ പാത്ത് വേ ആണ്. ഇപ്പോൾ നമുക്ക് റെസ്റ്റ് ഷേപ്പിൽ കാണുന്നുണ്ടല്ലോ ഈ ഡാം കൺസിഡർ ചെയ്തിരിക്കുന്നത്, ഇതാണ് അതിൻ്റെ സ്പിൽ വേ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ കാരണം ആ ഒരു വാട്ടറിൻ്റെ ഫോഴ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു ഡാം കൺസിഡർ ചെയ്യുമ്പോൾ വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു, ഇങ്ങനെ ഒരു സ്ട്രക്ചേഴ്സും കാണും. വാട്ടർ വരുമ്പം അതിന് ഹൈഡ്രോളിക് എനർജി മാക്സിമം ഫോഴ്സിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ഒരു പാസേജിലേക്ക് കൂടി പോകുമ്പം അതിൻ്റെ ഹൈഡ്രോളിക് എനർജി വളരെ കുറഞ്ഞിട്ട് നമുക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കാം. അതായത് അതിൻ്റെ ഡൗൺ സ്ട്രീമിലേക്ക് കൊടുക്കാൻ പറ്റും. ഒരുപാട് ഡാമേജ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ ഇറോഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാംസൊക്കെ ഈ ഒരു രീതിയിൽ പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ ദ ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ ആൻ ഓഗി സ്പിൽ വേ ഈസ് കോൾഡ്. ഇതിൻ്റെ ആൻസർ നാപ്പയാണ്. അതിൻ്റെ ആൻസർ ദ ഷീറ്റ് ഓഫ് വാട്ടർ ഫ്ലോയിങ് ഓവർ ആൻ ഓഗി സ്പിൽ വേ എന്ന് പറയുന്നത് നാപ്പയാണ് അതിൻ്റെ ആൻസർ. സോ താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും നിങ്ങളെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സോൾവ് ചെയ്യാം. 25 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു 25 ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.